ഓഫ് ടു എ വണ്ടർലാൻഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂട്ടുകാർക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗായിട്ട് വരുന്നത്. ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ആലുവ ശിവരാത്രി മണപ്പുറമാണ്. എല്ലാ വർഷവും ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് നടക്കുന്ന എക്സിബിഷനൊക്കെ നമ്മൾ വ്ളോഗായിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഈ വർഷവും നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് 2024 ആലുവ ശിവരാത്രി മണപ്പുറത്തുള്ളതെന്ന്. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രം. ധാരാളം പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മഹാശിവരാത്രി അതിഗംഭീരമായി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ശിവരാത്രിയോടനുബന്ധിച്ച് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വ്യാപാരമേളയും എക്സിബിഷനുമെല്ലാം ജാതി മതഭേദമന്യേ നിരവധി ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഈ വർഷം ശിവരാത്രി മാർച്ച് 8-ാം തീയതി ആയിരുന്നു. ഇന്ന് മാർച്ച് 20. ഈ കാണുന്ന ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ വ്യാപാരമേള നടക്കുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ റമദാൻ മാസമാണ്, കൂടാതെ കുട്ടികൾക്കൊക്കെ എക്സാംസ് ഒക്കെയാണ്. അതുകൊണ്ടൊക്കെ ആകും വലിയ തിരക്കില്ലാത്തത്. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ മണപ്പുറത്ത് വരുമ്പോൾ അതെ ഇതേപോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ അന്നൊക്കെ 5 രൂപയും 10 രൂപയൊക്കെ ആയിരുന്നു. അത് കിട്ടാതെ വരുമ്പോൾ ഈ മണ്ണിലൊക്കെ കിടന്ന് ഉരുണ്ടിട്ടുണ്ട് ഞാൻ. ഇവിടെയുള്ള കച്ചവടക്കാരിൽ നല്ലൊരു ഭാഗവും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. അമ്മയ്ക്കൊരു പൊട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഈ പ്രാവശ്യം നഴ്സറികളൊക്കെ വളരെ കുറവാണ്. പണ്ട് മണപ്പുറത്ത് വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു പൊടി. മുനിസിപ്പാലിറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ആളുകൾ ധാരാളം നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം മുതലാണ് ഇതുപോലെ കാർപ്പറ്റൊക്കെ ഇട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ടുള്ള പൊടിയുടെ പ്രശ്നമില്ല. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സ്റ്റാൾ ഇതാണ്. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൻ്റെ ചുറ്റുമുള്ള കടകളിൽ നിന്നും 5 പൈസയ്ക്കും 10 പൈസയ്ക്കും ഒക്കെ കിട്ടിയിരുന്ന മിഠായികളൊക്കെ അതേപടി ഇവിടെ കണ്ടു.
ഈ പ്രാവശ്യം സ്റ്റാളുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം ഈ വ്യാപാരമേള മൊത്തത്തിൽ ഏറ്റെടുത്ത് നടത്തിയത് ഒരു ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ടെൻഡറിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്നും ഹൈക്കോടതി ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പേപ്പറിൽ വായിച്ചിരുന്നു. ഏതായാലും ഈ വർഷം സ്റ്റാളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ സമയം 7 മണി. ഇരുട്ടായതോടെ ഡെക്കറേറ്റിംഗ് ലൈറ്റുകളൊക്കെ ഓണായിട്ടുണ്ട്. ഇതാണ് ദേവസ്വം ഓഫീസ്. ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രം. പ്രജാപിത ബ്രഹ്മകുമാരി ശ്രീശ്രീ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ശിവരാത്രിയോടനുബന്ധിച്ച് എക്സിബിഷൻ നടത്താറുണ്ട്. ഈ വർഷം സഹസ്ര ജ്യോതിർലിംഗ ദർശനമാണ് ഇവിടുത്തെ അട്രാക്ഷൻ. ഇത് അമ്യൂസ്മെന്റ് പാർക്ക് സെക്ഷനാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ആളെ തട്ടിയിട്ട് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം വളരെ കുറവാണ്. പതിവ് പോലെ മരണക്കിണറുണ്ട്. വാഹനമാണ് 3 മാരുതി കാറും 4 മോട്ടോർ സൈക്കിളും 5 യുവാക്കളും 2 യുവതിയും ചെയ്ത് കഴിഞ്ഞ അത്യാവശ്യങ്ങൾ ഇനത്തിൽപ്പെട്ട അലങ്കാര കോഴികളും ഭൂകമ്പം തിരിച്ചറിയാൻ കഴിവുള്ള ഫെസന്റ് ഇനത്തിൽപ്പെട്ട കോഴികളും സിൽവർ ഫെസന്റ്, ഗോൾഡൻ ഫെസന്റ്. ഇത്രയൊക്കെയാണ് 2024 ആലുവ മണപ്പുറത്തെ കാഴ്ചകൾ.